ഹലോ കൂട്ടുകാരെ, നമസ്കാരം. കുറച്ച് ദിവസമായല്ലേ നമ്മൾ ഏതെങ്കിലും വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ മാസം ഫോണിലെടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യണോ വേണമെന്ന് പലതവണ ആലോചിച്ചിട്ട് ചെയ്തേക്കാം എന്ന് കരുതിയാണ് കേട്ടോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യണത്. കാര്യം മനസ്സിലായില്ലേ? പൊതിച്ചോറ് നമ്മൾ ഒരിടത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതിച്ചോറ് കെട്ടുന്ന വീഡിയോ ആണേ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്, നമ്മൾ വലത് കൈ ചെയ്യണ കാര്യം ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയണ പോലെ, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ആർക്കോ എന്തോ ആയിക്കോട്ടെ, ഒരു നല്ല കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മളത് പുറത്ത് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് മറ്റൊരാൾ അറിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രചോദനമാവുകയാണെങ്കിൽ അത് പുറത്ത് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പക്ഷക്കാരിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ആര്യനാട് പഞ്ചായത്താണ്. ആര്യനാട് പഞ്ചായത്തിൽ ആര്യനാട് ഹോസ്പിറ്റലിലേക്ക് എല്ലാ ദിവസവും പൊതിച്ചോറ് കുടുംബശ്രീ വഴി കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം പൊതിച്ചോറ് കൊടുക്കാനുള്ള ഒരു ഉദ്യമം കിട്ടിയത് ഞങ്ങളുടെ കുടുംബശ്രീക്കാണ് കേട്ടോ. ഞങ്ങൾ മീനങ്ങൽ വാർഡിലെ കുടുംബശ്രീക്കാണ്. അപ്പോൾ കഴിഞ്ഞ തവണയും കൊടുക്കാൻ സാധിച്ചു, ഇത്തവണയും അതുപോലെ കൊടുക്കാൻ സാധിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ADS-ന് പ്രത്യേക നിർദ്ദേശമുണ്ട്, പ്ലാസ്റ്റിക്കിൽ പൊതിയോ അല്ലെങ്കിൽ കറികൾ കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാം മാക്സിമം വാഴയിൽ തന്നെയാണ് പൊതിഞ്ഞത്. ഞാൻ ചോറും ബീട്രൂട്ട് തോരനും അവിയലും നാരങ്ങ അച്ചാറും ഉരുളക്കിഴങ്ങും ഇത്തിരി കൂട്ടുകറി പോലെ ഒരു കട്ടിക്കൊന്ന് വെച്ചോട്ടോ. അതാകുമ്പോൾ ചോറിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകത്തില്ലല്ലോ. പിന്നെ മീൻ പൊരിച്ചതും വെച്ചിട്ടുണ്ട്, പപ്പടവും വെച്ചിട്ടുണ്ട്. മീൻ പൊരിച്ചത് ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞാണ് കേട്ടോ വെച്ചത്. കാര്യം മീൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് മാറ്റിയിട്ട് കഴിക്കാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ. ചോറ് പൊതിഞ്ഞെടുക്കാൻ ഭയങ്കര ശ്രമകരമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇവിടെ ചേട്ടന് ജോലിക്ക് ചോറ് കൊടുത്ത് വിടുമ്പോഴത്തേനും ചോറ്റ് പാത്രത്തിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് എളുപ്പമാണ്. ഇതിപ്പം പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മ നന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു. അപ്പോൾ ഒരു 11:30 മണിയോടുകൂടി ഞങ്ങളുടെ സംഘത്തിലുള്ള 2-3 പേരാണ് കേട്ടോ പോകുന്നത്. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഒരു 11:30 മണിയോടുകൂടി ചോറ് പൊതികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോണത്. വേണ്ട ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിയില്ലേ, ഇത് എൻ്റെ തൊട്ട അയൽവക്കാണ്. പോരാത്തതിന് ഞങ്ങളുടെ സംഘത്തിൻ്റെ സെക്രട്ടറി കൂടിയാണ് കേട്ടോ. ചേച്ചിയുടെ സ്വന്തം ഓട്ടോയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡാണ്, അഭിലാഷേട്ടനാണ് ഓട്ടോ ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ കാര്യമൊക്കെ കേട്ടിട്ട് ഞങ്ങളങ്ങനെ പോവാണ്. ഒരു ഫ്രണ്ട്, സംഘത്തിലെ വേറൊരു അംഗം, അവൾ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോണ വഴിക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ പോയുന്ന ഒരു അവസരത്തിൽ ഞാൻ കണ്ടു കേട്ടോ. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും പാർട്ടിക്കാരും ഒക്കെ ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കുന്നത് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിലത്ത് ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പാർട്ടിപരമായാലും എന്തായാലും നമുക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സിലാണ് കാര്യം അല്ലേ. അതിലൊരുപാട് കറികളൊന്നും വേണമെന്നില്ല. ഒരു ചമ്മന്തി ആയാലും ഒരു തോരനായാലും എന്തിനായാലും നമ്മൾ കൊടുക്കുന്നതിലാണ് കാര്യം. അങ്ങനെ ഞങ്ങളൊരു 12:30 മണിയോടുകൂടി നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അവിടെ പൊതിച്ചോറൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ തിരിച്ചു പോവാണ് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ, സത്യമായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.